രേഷ്മയുടെ അച്ഛൻ തങ്കച്ചനും രേഷ്മയും കൂടി ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യും. വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് പറഞ്ഞു. വീട് പൂട്ടി അവര് പോവാ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് അതിന്റെ പേപ്പറുകൾ റെഡിയാക്കണം. എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീട് മാറാൻ ശ്രമിക്കുന്നതായിരിക്കുമോ? ഇല്ലാത്തതല്ല, അവര് കുറെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ ചോർച്ച, അത് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ അവിടെ ഇവിടെ എല്ലാം ഗ്ലാസിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നു അവർ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, അത് പബ്ലിക്കിലാണോ? നമ്മുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട്, അത് പൊതുസമൂഹത്തിൽ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇത് നമ്മുടെ വീട്ടിൽ വീട്ടുകാർ ചെയ്തു കൊടുത്തൊരു വീടല്ലല്ലോ ഇത്. ആണോ? ക്രൗഡഡ് ഫണ്ട് കളക്ട് ചെയ്തല്ലേ, എന്നിട്ട് ഒരു തുക കണ്ടെത്തി ഈ വസ്തു നൽകി നമ്മൾ കുടുംബത്തിൽ നിന്ന് അഭിമുഖം കൊടുത്തത് കേട്ടല്ലോ. രേഷ്മയുടെ അച്ഛൻ ഇത്രയൊക്കെ രോഷകുലനായിട്ടൊന്നും പറയാൻ മാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. വീടിന് ചോർച്ചയുണ്ട്. അവർ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ആ വീഡിയോയിലൂടെ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രേഷ്മയുടെ അച്ഛൻ പറയണത് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം. പോയി കാണുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കണം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ ചോർച്ച കാണാൻ വേണ്ടിയാണില്ല കേട്ടോ, അല്ലാതെ തന്നെ ഒന്ന് അവിടെ പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് കുറച്ച് നാളുകളായി. നമ്മളവിടെ കാണണമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഇവർ പോകുന്നത്. അപ്പം പിന്നെ എങ്ങനെ കാണാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അവിടെ ചോർച്ചയുണ്ട്, ഇവിടെ ചോർച്ചയുണ്ട്, ഋതുപ്പം കിടക്കണ റൂം ചോരുന്നുണ്ട്, ഞാൻ കിടക്കണ റൂം ചോരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. രേഷ്മയുടെ സംഭാഷണവും ചാനലുകാരുടെ ചോദ്യവും വെച്ച് കമ്പയർ ചെയ്തപ്പോഴാണ് അങ്ങനെ തോന്നിയത്. വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖമാണ് കേട്ടോ. നിൽക്കുന്നത് അല്ലെ എന്റെ അപ്പനും അമ്മയോടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റും? ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കത് തെറ്റായിട്ടും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി. ഇനി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും? എനിക്ക് അങ്ങനെയില്ല. 24കാരാണ് വീട് തരാന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KCDC. ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. അറിയില്ല. എന്റെ പപ്പായ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ടീച്ചർ അറിയില്ല. ആളത് പറയും. എന്റെ പപ്പ അത് പുറത്ത് പറയും. ഞാൻ സംസാരിച്ചിട്ടില്ല. ശബ്ദവും കേട്ടല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ പോലും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിഷപ്പായാലും ഫിറോസായാലും വീട് പണിതു കൊടുക്കാൻ മുന്നിൽ നിന്ന ഫ്ലവേഴ്സ് ചാനലിൻ്റെ MD ആയ ശ്രീകണ്ഠൻ നായർ സാറായാലും ഈ അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം കണ്ട് നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കുക. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സ്ഥലത്ത് പണിത് കൊടുത്തൊരു വീടാണ്. അല്ല, അവർക്കിനിപ്പോൾ അത് വേണ്ട എന്നാണ് ഫൈനലായിട്ട് അവർ തീരുമാനിച്ചതെങ്കിൽ അത് അർഹതപ്പെട്ട വേറൊരാൾക്ക് കൊടുക്കണം. അവർക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വീട് വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുള്ള ആളാരാണോ അവർക്ക് കൊടുക്കണം. കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫിറോസ് എന്ന വ്യക്തി അവിടെ പോയി അതിൻ്റെ ചോർച്ചകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പാളിച്ചാവുന്നത്, അതെല്ലാം ഒന്ന് പരിഹരിച്ച ശേഷം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൂടെ കട്ടട സിമെന്റ് കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇവർ ഈ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ചാറ്റിലടിക്കുന്നത് തന്നെയാണ് ലോവേഴ്സിനുള്ളിൽ കൂടെ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവര് നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചയല്ല എന്ന് പറയുന്നത്. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ.